6000 വോട്ടുകൾ ഇങ്ങനെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റി. ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഈ ആളുകൾ മാറ്റാൻ ചെയ്തിരിക്കുന്ന വിദ്യകളാണ് ഏറ്റവും വളരെ ഗുരുതരമായ ജനകീയ ശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന BR പട്ടീൽ വെറും 697 വോട്ടിന് മാത്രമാണ് BJPക്കെതിരെ അവിടെ തോറ്റത്. 6000 വോട്ടർമാരെ, 10 ഇരട്ടി വോട്ടർമാരെ പട്ടികയിൽ നീക്കം ചെയ്ത് തങ്ങളുടെ സ്ഥിതി ഉറപ്പിക്കുക എന്ന വളരെ വളരെ രസകരമായ ഒരു ലക്ഷ്യമാണ് ഈ ഗൂഢശക്തികൾ നടത്തിയത്. ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അത് പരിശോധിക്കാനും അതുമായിട്ട് നടക്കുന്ന നിയമ നടപടികളുടെ ഭാഗമായിട്ട് നിൽക്കാനുള്ള ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷൻ. അവർക്ക് അത് എന്തുകൊണ്ട് സംഭവിച്ചത്, അവരാരാണ് ഈ പരാതി കൊടുത്തത് അവർക്കറിയില്ല. തങ്ങൾ മരിച്ചുപോയി, തങ്ങൾ നാട് വിട്ടുപോയി എന്ന് പറഞ്ഞ ആളുകളെക്കുറിച്ച് അവർക്കറിയില്ല. അത് സംബന്ധിച്ച് പിന്നീട് നടത്തിയ പരിശോധനകൾ കാണുന്നത് ഓരോ മണ്ഡലത്തിലും കൃത്യമായിട്ട് ഏത് കൂടുതൽ കോൺഗ്രസിന് കൂടുതൽ വോട്ട് കിട്ടാൻ ഇടയുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ആളുകൾ തട്ടിക്കളഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റുകളിൽ ആളുകൾ നുഴഞ്ഞു കയറി വോട്ടർമാരെ ഇല്ലായ്മ ചെയ്യാൻ അവർക്ക് കഴിയുന്നത്? 2023 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കലബുർഗി ജില്ലയിലെ അലാദ് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിലുണ്ടായ ചില സംഭവ വികാസങ്ങൾ ഇന്ന് ദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ചില സുപ്രധാനമായ വിവരങ്ങൾ ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തത്. അതിൽ പറയുന്നത് 2023 തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആ മണ്ഡലത്തിലെ അലാദ് മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിലുള്ള വോട്ടർമാരെ ചിലരെ തെരഞ്ഞു പിടിച്ചിട്ട് അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള വളരെ ഗൂഢമായ ശ്രമങ്ങൾ നടന്നു എന്നുള്ളതാണ്. 1994 ഏതാണ്ട് 6000 വോട്ടുകൾ ഇങ്ങനെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റി. ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഈ ആളുകൾ മാറ്റാൻ ചെയ്തിരിക്കുന്ന വിദ്യകളാണ് ഏറ്റവും വളരെ ഗുരുതരമായ ജനകീയ ശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്. സാധാരണ നിലയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യപ്പെടും. ഒരാൾ ആ പ്രദേശം വിട്ടുപോയാൽ പട്ടികയിൽ നീക്കം ചെയ്യപ്പെടും. അങ്ങനെയുള്ള എന്തെങ്കിലും ഗൗരവമുള്ള കാരണങ്ങൾ യഥാർത്ഥത്തിൽ BLO എന്ന് പറയുന്ന ബൂത്ത് ലെവൽ ഓഫീസേഴ്സിൻ്റെ അന്വേഷണത്തിന് ശേഷമാണ് പട്ടികയിൽ നീക്കം ചെയ്യപ്പെടുന്നത്. പക്ഷേ ഈ അലാദ് മണ്ഡലത്തിലെ 6000-ഓളം വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്യുന്നതിന് ആ തരത്തിലുള്ള നേരിട്ടുള്ള ഒരു പരാതിയോ നേരിട്ടുള്ള ഒരു പരിശോധനയോ ഉണ്ടായില്ല. മറിച്ച് ഇലക്ഷൻ കമ്മീഷൻ്റെ അതിനുവേണ്ടി തയ്യാറായിരിക്കുന്ന വെബ്സൈറ്റുകളിലേക്ക് ചില പരാതികൾ വരികയുണ്ടായത്. ഈ വെബ്സൈറ്റുകളിലേക്ക് വന്നിരിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ഓരോ മണ്ഡലത്തിലും ചില ആളുകളുടെ പേര് വിശദാംശങ്ങളും കൊടുത്തുകൊണ്ട് ഇവർ മരിച്ചു പോയിരിക്കുന്നു, ഇവർ സ്ഥലം വിട്ടിരിക്കുന്നു, അതുകൊണ്ട് നീക്കം ചെയ്യണം എന്നുള്ള പരാതികളാണ് വന്നത്. ഈ പരാതികൾ അയച്ചത് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ആ പ്രദേശത്തുകാരായിട്ടുള്ള ആരുമല്ല, കർണാടകക്കാരുമായിട്ട് ആളുകൾ പോലുമല്ല. ഈ മണ്ഡലങ്ങളിൽ ഈ ബൂത്തുകളിൽ ചില വ്യക്തികൾ അപ്രത്യക്ഷരായി മരിച്ചുപോയി എന്നുള്ള പരാതി ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് പ്രധാനമായും മഹാരാഷ്ട്രയിലും ആന്ധ്രാപ്രദേശിലുമുള്ള ചില കേന്ദ്രങ്ങളിൽ നിന്നാണ്. ഈ കേന്ദ്രങ്ങളിൽ നിന്ന് ചില കമ്പ്യൂട്ടറുകളിൽ നിന്നാണ് ഈ പരാതികൾ പോയിട്ടുള്ളത്. ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ നടപടികൾ വന്നു. പരാതികളിൽ നിന്ന് അടിസ്ഥാനത്തിൽ 6000 ആളുകളെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്തു. അപ്പോൾ ഇതിന് സംഭവം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് 2018 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന BR പട്ടീൽ വെറും 697 വോട്ടിന് മാത്രമാണ് BJPക്കെതിരെ അവിടെ തോറ്റത്. അതായത് 700 വോട്ടിൽ താഴെയുള്ള വോട്ടിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു പോയ മണ്ഡലം ഒരു വളരെ സാധ്യതയുള്ളൊരു മണ്ഡലങ്ങളിലൊന്നായിരുന്നു. അതുകൊണ്ട് ഈ മണ്ഡലത്തിലെ 6000 വോട്ടർമാരെ, 10 ഇരട്ടി വോട്ടർമാരെ പട്ടികയിൽ നീക്കം ചെയ്ത് തങ്ങളുടെ സ്ഥിതി ഉറപ്പിക്കുക എന്ന വളരെ വളരെ രസകരമായ ഒരു ലക്ഷ്യമാണ് ഈ ഗൂഢശക്തികൾ നടത്തിയത്. അവരെല്ലാം വിജയിക്കുകയും ചെയ്തു. പക്ഷേ
ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന ഈ അട്ടിമറിയെക്കുറിച്ച് പിന്നീട് ബി ആർ പട്ടേലിന് കൂടുതൽ വിവരങ്ങൾ കിട്ടി. പട്ടിക പരിശോധിച്ച സമയത്ത് പട്ടികയിൽ നിന്ന് കൃത്യമായിട്ട് തങ്ങൾക്ക് വോട്ട് കിട്ടാനിടയുള്ള ബൂത്തുകളിൽ നിന്ന് വോട്ടുകൾ മാറ്റിയതായിട്ട് അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം പരാതി കൊടുത്തു, തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു. കർണാടകയിലെ പുതിയ സർക്കാർ അന്വേഷണം നടത്താനായിട്ട് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷണവും നടന്നു. അപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലാണ് ഈ വിവരങ്ങൾ കണ്ടെത്തിയത്. അതായത് വളരെ ബോധപൂർവം ചില സംസ്ഥാനത്തിന് പുറത്തുള്ള ചില ഗൂഢശക്തികൾ വോട്ടർമാരെ തെരഞ്ഞെടുപ്പിച്ചിട്ട് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. പക്ഷെ അവർ വളരെ വിദഗ്ധമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണ് ഈ പരാതികൾ വന്നത് എന്നറിയണമെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ IP വിലാസം, അങ്ങനെ ഏത് കമ്പ്യൂട്ടറാണ് കൃത്യമായിട്ടുള്ള IP വിലാസം കിട്ടിയാൽ മാത്രമേ അവർ കണ്ടെത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഈ വിലാസം കണ്ടെത്തണമെങ്കിൽ ആ IP വിലാസം കിടക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റുകളിലാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനോട് കർണാടക ക്രൈംബ്രാഞ്ച് പലതവണ ഇത് ആവശ്യപ്പെട്ടു, നിങ്ങൾ ആ വിവരങ്ങൾ തരണം, എവിടെ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്, കമ്പ്യൂട്ടർ ഏതാണ്, ആ കമ്പ്യൂട്ടറിൻ്റെ നമ്പർ എത്രയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനടി കണ്ടെത്താൻ വരും, ആരാണ് അതിൻ്റെ ഉടമസ്ഥ കണ്ടെത്താൻ വരും. പക്ഷേ കഴിഞ്ഞ 2 വർഷമായിട്ട് നിരന്തരമായിട്ട് പലതവണ ക്രൈംബ്രാഞ്ച് ഇലക്ഷൻ കമ്മീഷനോട് ഇത് ആവശ്യപ്പെട്ടിട്ടും ഇലക്ഷൻ കമ്മീഷൻ ആ വിവരം കൊടുക്കാൻ തയ്യാറായില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമമായിട്ടുള്ള ഹിന്ദു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിനർത്ഥം എന്താണ്? ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അത് പരിശോധിക്കാനും അതുമായിട്ട് നടക്കുന്ന നിയമ നടപടികളുടെ ഭാഗമായിട്ട് നിൽക്കാനുള്ള ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനുണ്ട്. അതിന് പകരം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു പോരുന്നത് തടയാനായിട്ട് ആ വിവരങ്ങൾ പുറത്തു കൊടുക്കാൻ, അത് ഔദ്യോഗിക ഏജൻസികൾക്ക് പോലും കൊടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല എന്ന അത്യന്തം ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ആരായിരിക്കാം ഈ ഒരു തട്ടിപ്പിനുള്ളിൽ പ്രവർത്തിച്ചത്? ആരുടെ കറുത്ത കരങ്ങളായിരിക്കാം ഈ തരത്തിൽ അദൃശ്യമായിട്ടുള്ള ഈ ശക്തിയുടെ പിന്നിൽ പ്രവർത്തിച്ചത്? നമുക്കൊക്കെ അറിയാം, ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അതിനുള്ള സാങ്കേതിക വിദഗ്ധരെ അണിനിരത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള അതിഭീകരമായ രാജ്യത്തിൻ്റെ നാനാഭാഗത്തും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടത്തുന്നതിന് ശേഷിയുള്ള അത്യപൂർവം ചില രാഷ്ട്രീയ കക്ഷികൾ ഈ നാട്ടിലുള്ളൂ. അത് കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷി തന്നെയാണ്. ഇന്ന് കോർപ്പറേറ്റ് കമ്പനികൾ കൊടുക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളിൽ 90% കീശയിലാക്കുന്ന പാർട്ടിക്ക് ഈ തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ആവശ്യമായി സാങ്കേതിക വിദ്യ കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റും, മാധ്യമങ്ങളെ കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റും, മാധ്യമപ്രവർത്തകരെ വീഴ്ത്താൻ പറ്റും, അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള അട്ടിമറികളും നടത്താൻ പറ്റും. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി നടത്തി എന്നതിൻ്റെ ഒരു പുതിയ തെളിവ് കൂടി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. അതിനുശേഷമാണ് ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് 2024 ബാംഗ്ലൂർ മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട ബാംഗ്ലൂർ ലോക്സഭാ മണ്ഡലത്തിലെ മഹാദേവപുരത്തിൽ ഉണ്ടായിരിക്കുന്ന അട്ടിമറിയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ ആരോപണം വന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു 4-5 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ വ്യാപകമായ, വളരെ കൃത്യമായിട്ടുള്ള, വളരെ ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയും അട്ടിമറിയും നടക്കുന്നുണ്ട് എന്നതിനുള്ള വളരെ ശക്തമായ തെളിവുകൾ ഇന്ന് നമ്മുടെ രാജ്യത്തിന് മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു പരിധിവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മൗനാനുവാദവുമുണ്ട് എന്ന അത്യന്തം ഭയാനകമായിട്ടുള്ള ഒരു സൂചനയും ഈ കർണാടകയിലെ അലാദ് മണ്ഡലത്തിലെ സംഭവ വികാസങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. കാരണം ഒരു പൗരൻ്റെ വോട്ടവകാശം ഈ പൗരൻ അറിയുന്നില്ല. പിന്നീട് BLOമാർ, ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് പോയിട്ട് പരിശോധിച്ച സമയത്ത് ഈ ആളുകളൊക്കെ അവിടെയുണ്ട്. അവർക്ക് തങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടവരെ അറിഞ്ഞില്ല. അവർക്ക് അത് എന്തുകൊണ്ട് സംഭവിച്ചത്, ആരാണ് ഈ പരാതി കൊടുത്തത് അവർക്കറിയില്ല. തങ്ങൾ മരിച്ചുപോയി, തങ്ങൾ നാട് വിട്ടുപോയി എന്ന് പറഞ്ഞ ആളുകളെക്കുറിച്ച് അവർക്കറിയില്ല. അത് സംബന്ധിച്ച് പിന്നീട് നടത്തിയ പരിശോധനകൾ കാണുന്നത് ഓരോ മണ്ഡലത്തിലും കൃത്യമായിട്ട് ഏത് കോൺഗ്രസിന് കൂടുതൽ വോട്ട് കിട്ടാൻ ഇടയുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ആളുകൾ തട്ടിക്കളഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് വളരെ കൃത്യമായ ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നിരിക്കുന്ന അത്യന്തം ഭയാനകമായിട്ടുള്ള ഒരു ജനാധിപത്യ അട്ടിമറിയാണ്. ജനാധിപത്യത്തെ ചില സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട്, പണക്കൊഴുപ്പ് ഉപയോഗിച്ചുകൊണ്ട്, പോലീസിലും മറ്റ് സ്ഥാപനങ്ങളിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഒരു നീക്കമാണ് കാണുന്നത്. അലാദ് കേസ് സത്യത്തിൽ ഇനിയും ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഇക്കാര്യത്തിൽ താൻ 1 ഇഞ്ച് പോലും വിട്ടുകൊടുക്കുകയില്ല എന്ന് പട്ടേൽ ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ സംഭവങ്ങൾ പുറത്തു വന്നതിന് ശേഷം 2023 ഈ സംഗതികൾ പുറത്തു വന്നതിന് ശേഷം അത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ക്രൈംബ്രാഞ്ച് അത് അന്വേഷണം വിട്ടിട്ടതിന് ശേഷം നടന്ന
2024 തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10,000-ലേറെ വോട്ടുകൾക്കാണ് കോൺഗ്രസ്സിന് അവിടെ ലീഡ് ചെയ്യാൻ പറ്റിയത്. അതായത് കോൺഗ്രസ്സിന് വളരെ പരിമിതമായ വോട്ടിന് നഷ്ടപ്പെട്ട ഒരു സീറ്റ് അതിൻ്റെ 10 ഇരട്ടി വോട്ടുകളിൽ നിന്ന് മാറ്റിക്കൊണ്ട് അവിടെ വീണ്ടും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ചിലർ തയ്യാറായി. പിന്നീട് പക്ഷേ നടന്ന തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ടിന് കോൺഗ്രസ് വീണ്ടും വിജയിച്ചു വന്നു. ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ആസൂത്രിതമായിട്ട് പ്രതിപക്ഷ കക്ഷികൾ ജയിക്കാനുള്ള മണ്ഡലങ്ങളിൽ അവരെ തകർക്കാനും അവരുടെ വോട്ട് അവരുടെ അവരുടെ അനുയായികളുടെ വോട്ടവകാശം ഇല്ലായ്മ ചെയ്യാനും നടക്കുന്ന ആസൂത്രിതമായ നീക്കങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. ഈ സംഭവത്തിനകത്ത് 3 ലേയേഴ്സ്, 3 മറകൾക്ക് പിന്നിലാണ് ഈ ഗൂഢശക്തികൾ നിലകൊള്ളുന്നത് എന്നാണ് ക്രൈംബ്രാഞ്ച് കൊണ്ടിരിക്കുക. അത്തരത്തിലുള്ള വളരെയേറെ സാങ്കേതികമായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ധാരണയുള്ള ആളുകളാണ് ചെയ്തിരിക്കുന്നത്. അവരെ പുറത്തു കൊണ്ടുവരിക എന്നത് ഈ ഒരു സൈബർ ഹാക്കിംഗ് എന്ന് പറയുന്ന സംഗതി നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ട്. മാത്രമല്ല ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് ഉപയോഗിച്ച് ഇങ്ങനെ അട്ടിമറികൾ നടത്താൻ കഴിയുമല്ലോ. ഈ വെബ്സൈറ്റിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പോലും പരിശോധിക്കണം. എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റുകളിൽ ആളുകൾ നുഴഞ്ഞു കയറി വോട്ടർമാരെ ഇല്ലായ്മ ചെയ്യാൻ അവർക്ക് കഴിയുന്നത്? ആ തരത്തിൽ എന്തെല്ലാം തരത്തിലുള്ള ലൂപ്പ് ഹോൾസാണ്, എന്തെല്ലാം വിടവുകളാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റുകളിലുള്ളത് തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കപ്പെടണം. സമഗ്രമായ ഒരു പരിശോധന ഈ വിഷയത്തിൽ രാജ്യം ആവശ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാവിധ സുതാര്യതയും എല്ലാവിധ വിശ്വാസ്യതയും നശിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.